മലയാളത്തിൽ 90കളിൽ നിറഞ്ഞു നിന്ന ഒരു നടിയായിരുന്നു രുദ്ര എന്ന അശ്വിനി നമ്പ്യാർ. മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രത്തിലൂടെയാണ് രുദ്ര ഏറെ പ്രശസ്തയാകുന്നത്. മലയാളം തമിഴ് സിനിമകളിൽ സജീവമായിരുന്ന നടി വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം വിദേശത്ത് താമസമാക്കിയിരുന്നു. ഒരിക്കൽ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടായ മോശം അനുഭവം നടി തുറന്നു പറഞ്ഞിരുന്നു. ഇന്ത്യ ഗ്ലിറ്റ്സ് തമിഴിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചതെന്നാണ് രുദ്ര പറയുന്നത്. അതൊരു കാസ്റ്റിംഗ് കൗച്ച് അല്ല, ഒരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, മാപ്പ് നൽകി മറന്നേക്കാം. അയാൾ വലിയൊരു സംവിധായകനാണ്. സിനിമയുടെ ഡിസ്കഷന് വേണ്ടി ഓഫീസിലേക്ക് വരാൻ ആ സംവിധായകൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എവിടെ പോയാലും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകാറുണ്ട്. അമ്മ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനുമില്ല. അന്ന് സുഖമില്ലാത്തതിനാൽ അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ കഴിഞ്ഞില്ല. കോസ്റ്റ്യൂം ഡിസ്കഷന് വേണ്ടിയോ മറ്റോ ആണ് സംവിധായകൻ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. ആ സിനിമയിൽ എൻ്റെ ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീക്കൊപ്പമാണ് ഞാൻ പോയത്. ഓഫീസും അപ്പാർട്ട്മെന്റും ചേർന്ന ഒരു കെട്ടിടമായിരുന്നു അയാളുടേത്. അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടപ്പോൾ ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെ കൂടെ വിളിച്ചു. എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ പോകൂ എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അന്ന് ടീനേജറാണ്. അങ്ങനെ ആ സംവിധായകന്റെ മുറിയുടെ അരികിലെത്തി. അവിടെ പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ബെഡ്റൂം ഏരിയയിലേക്ക് വരാൻ പറഞ്ഞുള്ള ശബ്ദം കേട്ടു. ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും മലയാള സിനിമയായിരുന്നു. ഒരു നിഷ്കളങ്കയായ ടീനേജറായാണ് ഞാൻ റൂമിനുള്ളിലേക്ക് പോയത്. എന്നാൽ അയാൾ എന്നോട് തെറ്റായ രീതിയിലാണ് പെരുമാറിയത്. തിരിച്ചിറങ്ങി വരുമ്പോൾ കുറച്ചു നേരം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്റെ തെറ്റാണോ അയാൾ ചെയ്തതാണ് തെറ്റ് എന്നൊക്കെയുള്ള സംശയം പോലും തോന്നി. വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അമ്മയോട് ഈ കാര്യം പറഞ്ഞു. അന്ന് അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്കും വല്ലാതായി. ഞാൻ അന്ന് രാത്രി ഉറക്ക ഗുളികൾ കഴിച്ചു. ആ സമയത്ത് എനിക്ക് അത് മാത്രമേ അറിയുകയുള്ളൂ. ശേഷം അവർ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അമ്മ എന്നോട് ഇത് എൻ്റെ തെറ്റല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആ സംഭവം തന്നെ ഒരുപാട് സ്ട്രോങ് ആക്കി മാറ്റി. പിന്നെ അമ്മയുടെ തുണയില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഷൂട്ടുകൾക്ക് പോകാൻ തുടങ്ങിയെന്നും രുദ്ര പറയുന്നു. ഇത് കഴിഞ്ഞ വർഷം രുദ്ര പറഞ്ഞ കാര്യമാണ്. ആരാണ് ആ സംവിധായകൻ എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട്. പ്രധാനമായും 10 സിനിമകളിലാണ് രുദ്ര മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. പോസ്റ്റ് ബോക്സ് നമ്പർ 27, കൗരവർ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ബട്ടർഫ്ലൈസ്, ശശിനാസ്, ആയുഷ്കാലം, മണിച്ചിത്രത്താഴ്, ധ്രുവം, പവിത്രം, കുടുംബക്കോടതി. ഇതാണ് ആ ചിത്രങ്ങൾ. നേരത്തെയും ആ സംവിധായകന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും രുദ്ര പറയുന്നുണ്ട്. 2 വീതം ചിത്രങ്ങൾ രുദ്ര അഭിനയിച്ചത് 2 സംവിധായകരുടെ കൂടെയാണ്. 1 ജോഷി, 2 വിജി തമ്പി. ആരാണെന്ന് പറയേണ്ടത് രുദ്ര തന്നെയാണ്.